മാത്തമാറ്റിക്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഏത് ക്വസ്റ്റ്യൻ പറയുന്നത് ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് എ 1 2 3 4 5 സെറ്റ് ഓഫ് ഓൾ നമ്പേഴ്സ് 1 2 3 4 5 given by R is equal to set of all ordered pair AB such that A minus B mod A minus B C1 is an equivalence relation. അതൊരു ഈക്വലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. സെറ്റ് തന്നിട്ടുണ്ട്, റിലേഷൻ പറയുന്നത് മോഡ് എ മൈനസ് ബി absolute values a minus b c1 എന്നാണ് പറയുന്നത്. We show that all the elements of set 1 3 5 are related to each other. ഇത് പരസ്പരം റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നും and all the elements of 2 4 set 2 4 is related to each other. 2 4 എലമെന്റ്സ് പരസ്പരം റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് കാണിക്കേണ്ടത്. കാരണം ഇത് ഈവൺ നമ്പർ ആയിരിക്കും എന്നാണ് പറയാം. നമ്മൾ ഇത് ഈ സെറ്റിലെ എലമെന്റ്സ് പരസ്പരം റിലേറ്റ് ചെയ്ത ഈവൺ നമ്പർ ആയിരിക്കും, ഈ സെറ്റിലെ എലമെന്റ്സ് പരസ്പരം റിലേറ്റ് ചെയ്താൽ ഈവൺ നമ്പർ ആയിരിക്കും. കാരണം ഇവിടെ റിലേഷൻ പറയുന്നത് ഈസ് ഈവൺ എന്നാണ് പറയുന്നത്, ഈവൺ നമ്പർ ആയിരിക്കും. നോ എലമെന്റ്സ് ഓഫ് 1 3 5 ഈസ് റിലേറ്റഡ് ടു എനി എലമെന്റ്സ് ഓഫ് 2 4. ഈ ഇതിലത്തെ രണ്ടും എലമെന്റ്സുകൾ നമ്മൾ റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈവൺ നമ്പർ കിട്ടില്ല. അതുകൊണ്ട് അത് ഈസ് നോട്ട് റിലേറ്റീവ് എന്നാണ് പറയുന്നത്. നോട്ട് റിലേറ്റഡ് ടു എനി നമ്പർ ഓഫ് 2 4. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നമ്പറുകൾ ഉപയോഗിച്ചിട്ട് വേണേൽ ചെയ്യാം, അല്ലാതെയും ചെയ്യാം. അല്ലാതെ ചെയ്യണതാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ നോക്കുന്നത് എ ബി എന്നുള്ള പേരാണെന്നുണ്ടെങ്കിൽ റിലേഷൻ പറയുന്നത് മോഡ് എ മൈനസ് ബി എന്നാണ്. അപ്പോൾ റിഫ്ലക്സീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുക ഏതാണ്? എ എന്നുള്ള പേരാണ്. അപ്പോൾ എന്താ വരിക? എ ഈക്വൽ ടു മോഡ് എ മൈനസ് എ. ഇത് ഈവൺ ആയിരിക്കണം എന്നാണ് പറയുന്നത്. എ മൈനസ് എ എത്രയാണ്? 0 ആണ്. 0 ഒരു ഈവൺ നമ്പർ ആയിട്ടാണ് എടുക്കുക. 0 ഒരു ഈവൺ നമ്പറാണ്. അപ്പോൾ മോഡ് എ മൈനസ് എ എന്ന് പറഞ്ഞാൽ 0 ആണ് വരുന്നത്. അപ്പോൾ 0 ഈസ് ആൻ ഈവൺ നമ്പർ. അപ്പോൾ ആർ ഇസ് റിഫ്ലക്സീവ് ആണ്. റിഫ്ലക്സീവ് ആവാൻ കാരണം ഇതാണ് കാരണം. കണ്ടില്ലേ? എ കോമ എ എടുക്കുകയാണെങ്കിൽ എന്താണ്? എ മൈനസ് എ. എ മൈനസ് എന്ന് പറഞ്ഞാൽ മോഡ് എ മൈനസ് എന്ന് പറഞ്ഞാൽ 0 ആണ് വരിക. മോഡ് 0 0 ഈസ് ആൻ ഈവൺ നമ്പർ. ഈവൺ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 0 ഈവൺ നമ്പറാണ് കേട്ടോ. 0 ഈവൺ നമ്പർ ആയിട്ടാണ് എടുക്കുക. ഇനി സിമെട്രിക് ആണെങ്കിൽ എന്ത് വേണം? എ ബി ഇസ് ഈക്വൽ ടു ബി മൈനസ് എ ആണ്. ഈസ് ഈവൺ നമ്പർ. സോറി, എ മൈനസ് ബി ആണ്, അത് ഈവൺ നമ്പർ. ഈവൺ നമ്പർ ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബി കോമ എ ആണെങ്കിൽ എന്തായിരിക്കും? ബി മൈനസ് എ എന്നായിരിക്കും. എ മൈനസ് ബി ഒരു ഈവൺ നമ്പർ ആണെന്നുണ്ടെങ്കിൽ ബി മൈനസ് എ ഈവൺ നമ്പർ ആണല്ലോ. ഇപ്പോൾ നമ്മൾ 4 2 മൈനസ് ചെയ്താൽ 2 കിട്ടും. 2 4 മൈനസ് ചെയ്താൽ 2 തന്നെയാണ് കിട്ടുക. സൈൻ വ്യത്യാസമുണ്ട്. പക്ഷെ മോഡ് വന്നതിന്റെ പേരിൽ എന്താണ് നമ്മളെല്ലാം എടുക്കുക? പോസിറ്റീവ് ആണ്. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് എന്നൂടെ പറയുന്നില്ല. നമുക്ക് എപ്പോഴും കിട്ടുക പോസിറ്റീവ് ആണ് മോഡൽ എൻ്റെ പേരിൽ. ഇതും ഒരു ഈവൺ നമ്പർ ആണ്. ഇപ്പൊ എന്ന് ബി മൈനസ് ചെയ്താൽ ഈവൺ നമ്പർ കിട്ടുന്ന ബി എന്ന് എ മൈനസ് ചെയ്താൽ ഈവൺ നമ്പർ ആയിരിക്കും. അപ്പോൾ ആർ ഈസ് സിമെട്രിക്. ഇവിടെ ആർ ഈസ് റിഫ്ലക്സീവ് എന്ന് എഴുതാം. ഇനി ട്രാൻസിറ്റീവ് ആണ് നോക്കുന്നത്. ട്രാൻസിറ്റീവ് ആണെങ്കിൽ എന്താ വേണ്ടത്? എ ബി മോഡ് എ മൈനസ് ബി. അതുപോലെ ഇത് ഈവൺ നമ്പർ ആണ്, ഈസ് ഈവൺ. ആൻഡ് ബി സി മോഡ് ബി മൈനസ് സി, ഇതും ഈസ് ഈവൺ. ഇത് രണ്ട് ഈവൺ ആണെന്ന് ഓൾറെഡി പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് വേണം? എ സി മോഡ് എ മൈനസ് സി. ഇത് ഈവൺ ആണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് രണ്ട് ഈവൺ ആണെന്ന് ഓൾറെഡി സിമെട്രിക്കിൽ പറയും. അങ്ങനെയാണ് മൂന്നാമത്തെ പെയർ, രണ്ടറ്റത്തുള്ള എലമെന്റ്സുള്ള മൂന്നാമത്തെ പെയർ ഈവൺ ആണെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ നമുക്ക് മനസ്സിലാവുക? രണ്ട് ഈവൺ നമ്പറുകൾ, ഇപ്പോൾ ഇത് എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി, ഇതാണ് എ മൈനസ് സി എന്ന് പറഞ്ഞാൽ. ഇപ്പൊ രണ്ട് ഈവൺ നമ്പർ ആഡ് ചെയ്താൽ ഇതിൽ ബി രണ്ടും ക്യാൻസൽ ആയപ്പോൾ എ മൈനസ് സി എന്നാണ് ആൻസർ വരിക. മൈനസ് ബി പ്ലസ് ബി ക്യാൻസൽ ആയി പോയി. എ മൈനസ് സി എന്നാണ്
ഇപ്പോൾ രണ്ട് ഈവൺ നമ്പർ ആഡ് ചെയ്താൽ മറ്റൊരു ഈവൺ നമ്പർ കിട്ടില്ലേ? അപ്പോൾ ഇത് ഈവൺ എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഇത് ഈവൺ ആവുന്നത് എങ്ങനെയാണ്? a മൈനസ് ബി പ്ലസ് ബി മൈനസ് സി ഇസ് ഈക്വൽ ടു a മൈനസ് സി ഈസ് ഈവൺ. a മൈനസ് സി ഈവൺ ആയിരിക്കും. അപ്പോൾ ആർ ഇസ് ഇത് വേണമെങ്കിൽ മോഡിൽ കൊടുക്കാം. ആർ ഇസ് ട്രാൻസിറ്റീവ്. ആറ് ട്രാൻസിറ്റീവ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ ചെയ്യേണ്ടത്. ഇനി ഇതിൽ പറയുന്നൊരു കാര്യം, ഇതിന്റെ എലമെന്റ്സുകൾ ഓൾ ദ എലമെന്റ്സ് ഓഫ് 1, 3, 5 ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ എന്നാണ്. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ഇനി 1, 3, 5 എലമെന്റുകൾ സെൽഫായിട്ട് റിലേറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് 1, 3, 5 എലമെന്റ്സ് 1 മോഡ് 1 മൈനസ് 3 ഇസ് ഈക്വൽ ടു 2, മോഡ് 1 മൈനസ് 5 ഇസ് ഈക്വൽ ടു 4, മോഡ് 3 മൈനസ് 5 ഇസ് ഈക്വൽ ടു 2. ഇതൊക്കെയാണ് പരസ്പരം റിലേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ എലമെന്റുകൾ നമ്മൾ എ മൈനസ് ബി, മോഡ് എ മൈനസ് ബി സി വൺ ആണ്. എല്ലാം ഈവൺ ആണ്. ഓൾ ആർ ഈവൺ. ഓൾ ആർ ഈവൺ. അപ്പോ റിലേറ്റിംഗ് ദ ഓൾ ദ എലമെന്റ്സ്, all the elements itself. ഇതിലത്തെ എലമെന്റുകളെ പരസ്പരം റിലേറ്റ് ചെയ്യിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മൾ ഈ കണ്ടീഷനിൽ വരുന്നുണ്ട് a മൈനസ് ബി ഈസ് ഈവൺ എന്നുള്ളത്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ 2, 4 ആണ്. 2, 4 എലമെന്റ്സ് നോക്കുകയാണെങ്കിൽ എന്ത് വേണം? 2 മൈനസ് 4 എത്രയാണ്? 2 ആണ്. അപ്പോൾ relating all the elements itself, it is even. ഇവിടെ it is even. even ആയിരിക്കും. അതാണ് നമ്മൾ കാണുന്നത്. കണ്ടില്ലേ? അപ്പൊ ഇത് രണ്ടും ഈ സെറ്റിനകത്ത് ഈ പറയുന്ന കണ്ടീഷനകത്ത് വരുന്നതാണ്. ഇനി പറയുന്നത് നോ എലമെന്റ്സ് ഓഫ് 1, 3, 5 ഈസ് റിലേറ്റഡ് ടു എനി എലമെന്റ് ഓഫ്. അപ്പോൾ റിലേറ്റിംഗ് 1, 3, 5 ആൻഡ് 2, 4. അപ്പോൾ 1, 2 എത്ര വരിക? 1 ആണ്. അതുപോലെ 1, 4 വരിക 3 ആണ്. ഇനി 3, 2, 1 ആണ്. അപ്പോൾ ഇതിലത്തെ എലമെന്റുകളൊക്കെ നമ്മളിങ്ങനെ റിലേറ്റ് ചെയ്യിക്കുമ്പോൾ വരുന്നതെല്ലാം തന്നെ. അപ്പോൾ റിലേറ്റിംഗ് ആർ ആൻഡ് ഇത് ഈ ഓഡ് നമ്പേഴ്സ്. ഇപ്പോൾ റിലേറ്റിംഗ് 1, 3, 5 ആൻഡ് 2, 4 ഈസ് ഓഡ് നമ്പേഴ്സ്. ഇങ്ങനെയാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പൊ ഇത് തമ്മില് അതുകൊണ്ടാണ് പറയുന്നത് നോ എലമെന്റ്സ് ഓഫ് 1, 3, 5 ഇസ് റിലേറ്റഡ് ടു എനി എലമെന്റ് ഓഫ് 2, 4. ഇത് തമ്മിൽ ഇതിലെ ബന്ധമില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത് തമ്മിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒക്കെ ബന്ധപ്പെടുത്തുമ്പോൾ എന്താ വരുന്നത്? എല്ലാം തന്നെ ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പോൾ റിലേറ്റിംഗ് 1, 3, 5 ആൻഡ് 2, 4 ഈസ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് കാരണം ഇത് ഈ ഇതിൽ റിലേറ്റ് ചെയ്യില്ല. റിലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം ഈവൺ നമ്പർ ആയിരിക്കണം എന്നാണ് ഇവിടെ കണ്ടീഷൻ പറയുന്നത്. ഇങ്ങനെയാണ് ഇത് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഇതൊക്കെ ഈ ഭാഗങ്ങളാണ് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കുക. അതിൻ്റെ കാര്യം ഇതാണ്. ഇതിലത്തെ ഓരോ എലമെന്റ് നമ്മൾ റിലേറ്റ് ചെയ്യിക്കുമ്പോൾ ഈവൺ നമ്പർ കിട്ടണ്ടേ നോക്കുക. ഇതിലത്തെ എലമെന്റുകൾ ഈവൺ നമ്പർ കിട്ടണ്ടേ നോക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് കണ്ടീഷനിൽ ആ സെറ്റിൽ റിലേഷനിൽ പറയുന്ന കണ്ടീഷനിൽ ഇതൊക്കെ വരും. ഇനി ഇത് തമ്മിൽ റിലേറ്റ് ചെയ്യിക്കുകയാണെങ്കിൽ ഈ രണ്ട് സെറ്റും എലമെന്റുകൾ തമ്മിൽ റിലേറ്റ് ചെയ്യിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് എല്ലാം
ഓഡ് നമ്പേഴ്സാണ്. ഈവൺ നമ്പർ കിട്ടണമെന്നാണല്ലോ കണ്ടീഷൻ, അത് കിട്ടുന്നില്ല. അപ്പോൾ കിട്ടുന്നില്ല ഓഡ് നമ്പേഴ്സാണ്. അപ്പോൾ ഈ രണ്ട് സെറ്റിലെ എലമെൻറ്റുകൾ നമ്മൾ നോട്ട് റിലേറ്റിംഗ് ഈച്ച് അതർ എന്നാണ് നമ്മൾ തെളിയിച്ചത്. പിന്നെ ഈക്വലൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തതാണത്. എന്തായിരിക്കും ഈക്വലൻസ് റിലേഷൻ? റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. അപ്പോൾ ആ മൂന്ന് കണ്ടീഷൻ അറ്റൈൻ ചെയ്താൽ നമ്മളതിനെ ഈക്വലൻസ് റിലേഷൻ എന്ന് വിളിക്കും. അപ്പോൾ ഈക്വലൻസ് ആണെന്നാണ് കഴിഞ്ഞതിൽ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. അതിനുശേഷം ഈ സെറ്റിലെ എലമെൻസുകൾ പരസ്പരം റിലേറ്റ് ചെയ്യിച്ചാൽ അത് ഈ കണ്ടീഷനിൽ വരുമെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. അത് ചെയ്തു. അതുപോലെ ഇതും ചെയ്തപ്പോൾ ഈ കണ്ടീഷനിൽ വരും. അടുത്തത് ഇത് തമ്മിൽ ഉള്ള സെറ്റുകൾ തമ്മിൽ റിലേറ്റ് ചെയ്തപ്പോൾ നമ്മൾക്ക് അതിന് കിട്ടുന്നില്ല എന്നുള്ളത് മനസ്സിലായി. എല്ലാം തന്നെ ഓഡ് നമ്പേഴ്സാണ് വരുന്നത്. ഈവൺ നമ്പർ കിട്ടണമായിരുന്നു, അത് കിട്ടുന്നില്ല.